ട്രെയിൻ ചെയ്യാണ് അള്ളാഹു 4 ദിവസം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത്, നിങ്ങളുടെ സ്വഭാവത്തില്, നിങ്ങളുടെ പ്രവർത്തനത്തില് ഒരു തെറ്റും ചെയ്യാതെ തർക്കമില്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രസവിച്ച കുട്ടിക്ക് ഈ 3 കാര്യം ഉണ്ടാവുമോ? ഇല്ല. അതാണ് പ്രസവിച്ച കുട്ടി പറഞ്ഞത്. പ്രസവിച്ച കുട്ടിക്ക് ഈ തർക്കം ഉണ്ടാവോ, ഈ ഫുസൂക്ക് ഉണ്ടാവോ? എന്തൊരു പുഞ്ചിരി, എന്തായിരിക്കും അതിന്റെ ആ സംതൃപ്തി. അതുപോലെ നിങ്ങൾ ആക്കണമെങ്കിൽ എന്താണോ, അതില്ലാത്ത ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടണം. ആ ട്രെയിനിങ് ആണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത്. ആ ട്രെയിനിങ് അതുപോലെ നിങ്ങൾ പ്രാവർത്തികമാക്കണം. എന്നിട്ട് അള്ളാഹു പറയാം, എന്നാ പിന്നെ ഒന്നുമില്ല, എനിക്ക് മുണ്ടാനും വയ്യ, ഒന്നിനും വയ്യ, ഞാൻ ഇങ്ങനെ അമർന്ന് നിൽക്കട്ടെ. അല്ല, വമാ തഫ്അലൂ മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്. ഖൈറായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അതിനെ കൃത്യമായി അറിയുന്നവനാണ്. അപ്പൊ നിങ്ങളോട് മുണ്ടാതാക്കാൻ പറഞ്ഞതും തർക്കം ഒഴിവാക്കാൻ പറഞ്ഞതും പിന്നെ ഫുസൂക്ക് സംസാരങ്ങളൊക്കെ നിർത്താൻ പറഞ്ഞതിനാണ്. നിങ്ങൾക്ക് നല്ല ഹൈറായ സംസാരങ്ങൾ സംസാരിക്കാനാണ്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനാണ്, ഒരുപാട് നിസ്കരിക്കാനുള്ളതല്ല, മനസ്സിനെ ശുദ്ധിയാക്കുന്ന രീതിയിലുള്ള ദിക്റുകൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാവുന്നതാണ്. ദിക്റുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇതിൽ അള്ളാഹു പറയുന്നത്, വമാ തഫ്അലൂ മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്. അള്ളാഹു അതറിയും. നിങ്ങൾ എന്ത് ഖൈർ ചെയ്താലും, മനസ്സുകൊണ്ട് ചെയ്താലും, എന്തൊക്കെ നന്മകൾ, ഒപ്പം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഹിദ്മത്ത് ചെയ്യാം, നല്ല ഹൈറായ പണിയാണ്. ഹാജിമാർക്ക് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി തർക്കിച്ച് വാസിൽ പിടിച്ച് വലിയ വലിയ ഉദ്യോഗസ്ഥരും വലിയ സമ്പന്നരൊക്കെ അവിടെ ഉണ്ടാവും. ഹാജിമാർക്ക് ഹിദ്മത്ത് ചെയ്യാറിനകത്ത് ഇപ്പൊ ഹറമിലെയും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ മോശക്കാരാണ് നിങ്ങൾ കരുതണ്ട. വലിയ സമ്പന്നരും വലിയ ഉന്നതമായ പഠനമൊക്കെ ഉള്ള ആൾക്കാരാണ് ഹാജിമാർക്ക് ഫൈൻ എടുത്തു കൊടുക്കണോ, ഫീസ് കൊടുക്കണോ ഒക്കെ. കാരണം ഹാജിമാരെ സേവിക്കുക എന്നുള്ള അള്ളാന്റെ അടുത്ത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ നമ്മളെ ഹാജി ആവുമ്പോഴും നമ്മളൊപ്പമുള്ള ഹാജിമാരെന്ത് ചെയ്യണം? നമ്മൾ മറ്റൊരുത്തന് വകവെച്ച് കൊടുത്ത് അവന് സേവനം ചെയ്യണം. അതൊക്കെ എന്താണ്? അമലാണ്. വമാ തഫ്അലൂ മിൻ ഖൈരിൻ. ആ ഖൈർ എന്ന് പറഞ്ഞാൽ ഫർദ് ശേഷം സുന്നത്ത് നിസ്കരിക്കലല്ല, അതവിടെ ഇല്ല. എന്തൊക്കെ ഖൈർ ചെയ്യാൻ പറ്റുമോ, ഒരു വെള്ളം പോണ ഒരാൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറൊന്ന് പകരെറിയണം, അവരെ ഒന്ന് ബാത്റൂമിൽ പോയി കൊണ്ടുവരണം, അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം, ഇതൊക്കെ എന്താണ്? ഖൈറായ പ്രവർത്തനമാണ്. അത് അള്ളാഹു അറിയും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫതസവ്വദൂ, നിങ്ങൾ ഒരുങ്ങി പുറപ്പെടണം കേട്ടോ. ഞങ്ങൾ ഗ്രൂപ്പിൽ പൈസയൊക്കെ കൊടുത്തു പോകുന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സമയമാകുമ്പോ ഞങ്ങൾക്ക് മേശപ്പുറത്ത് ഭക്ഷണം എടുത്തേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ തവക്കുലാക്കി പോകുന്നതാണ്. ഈ 2 രീതി പാടില്ല. ഇത് എപ്പോഴും ആയത്തിറങ്ങിയ ഞങ്ങള് യമൻ ഭാഗത്ത് നിന്ന് ഞങ്ങൾ തവക്കുലിന് മോശം പറ്റും, എല്ലാം പാടെ വാരി വലിച്ച് ഞങ്ങൾ അള്ളാന്റെ അടുത്തേക്ക് സമർപ്പിച്ചു പോവുകയാണ്, ഞങ്ങൾ അള്ളാനെ തവക്കുലാക്കി പോവാണ്. അവർക്ക് യാത്രാ സംബന്ധമായ ഒരു സൗകര്യമില്ല, അവർക്ക് ഭക്ഷണത്തിന് ഒരു സൗകര്യമില്ല, കിടക്കാനും ഉറങ്ങാനും അവർക്ക് സൗകര്യമില്ല. ഓലെന്തായി തവക്കുലാക്കി, ഞങ്ങൾ അള്ളാനെ തവക്കുലാക്കി പോവാണ്. പാടില്ല. അള്ള പറയാണ്, നിങ്ങൾ ഒരുങ്ങി പുറപ്പെടണം. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി യാത്രക്കുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ട് വേണം. നിങ്ങൾ ഒരു പക്ഷേ വഴിയിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടായേക്കാം, ഭക്ഷണം കിട്ടാതെ വന്നേക്കാം. അപ്പൊ നിങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവണം. അവിടെ ബെഡ്ഷീറ്റ് കിട്ടിയില്ല എന്ന് വരാം, അപ്പൊ വിരിക്കാൻ പറ്റുന്ന ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. കുടിക്കാൻ വെള്ളം കിട്ടിയില്ല എന്ന് വരാം, അതിനുള്ള എല്ലാ ഒരുക്കങ്ങളുണ്ട്. അത് ഖുർആൻ പറഞ്ഞ് അതിന്റെ നേരെ അർത്ഥം ഞാൻ പറയുന്നത്. നിങ്ങൾ വിചാരിച്ചത് എന്റെ വക ഗ്രൂപ്പിന് വേണ്ടി കൂട്ടി പറയാണ്. അതോ ഞാൻ പറയുന്നതൊക്കെ അമാനി തഫ്സീറിന്റെ പിൻബലത്തിൽ മാത്രമേ സംസാരിക്കുള്ളൂ. ഏഴാം കൂടെ ഉണ്ടെങ്കിൽ കേട്ട് ഞാൻ പറയാറില്ല. അമാനി തഫ്സീറിന്റെ പിൻബലത്തിലേ സംസാരിക്കാറുള്ളൂ. അപ്പൊ തസവ്വദു എന്ന് പറഞ്ഞതിന് അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചു വന്നിട്ട് അമാനി തഫ്സീർ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോവാ. ഞാൻ ഇതുവരെ നമ്മളത് വായിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കിയതോ, അത് ഒരുങ്ങി പുറപ്പെടുക, അത് ഒരുക്കം ഏറ്റവും വലിയ തഖ്വയാണ്. ഈ തഖ്വ എന്നതിനെ കുറിച്ചും അമാനി തഫ്സീർ എന്താ പറയുക? ഏറ്റവും നല്ല ഒരുക്കം തഖ്വയാണ്. ഏതാണ് തഖ്വ? ഇഖ്ലാസോട് കൂടി ഇബാദത്ത് ചെയ്യണം എന്നുള്ള തഖ്വ മാത്രമല്ല. അതിൽ അദ്ദേഹം പറയുന്നത് എന്താ? ഞാൻ എന്റെ കാരണം കൊണ്ട് മറ്റൊരുത്തന് പ്രയാസം ഉണ്ടാക്കരുത് എന്ന സൂക്ഷ്മത. എനിക്ക് ഭക്ഷണമില്ല, ഞാൻ എന്റെ ഒപ്പമുള്ളവർക്ക് പ്രയാസം ഉണ്ടാകും, അപ്പൊ അവർക്കത് പ്രയാസമാകും, എന്നെ കൂടി അവർ പരിഗണിക്കേണ്ടി വരും. അതില്ലാതിരിക്കാനുള്ള സൂക്ഷ്മത. നിങ്ങൾ ഒരുങ്ങി പുറപ്പെടണം. എന്നാൽ സൂക്ഷ്മതയാണ് ഏറ്റവും വലിയ ഒരുക്കം. ആ സൂക്ഷ്മത എന്താ? മറ്റൊരുത്തന് എന്നെ കൊണ്ട് പ്രയാസം ഉണ്ടാവരുത്, പരമാവധി എന്നെ കൊണ്ട് ഒരു ഉപകാരം അത് ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. അതാണ് തഖ്വ. അമാനി മൗലവി കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു തഖ്വയോടും ഒരുക്കത്തോടും കൂടിയാണ് നമ്മൾ പുറപ്പെടുന്നത്. അതാണ് വിശദീകരിക്കുന്നത്. പറയാനുള്ള തെളിവ് അദ്ദേഹം പറയാണ്. അത് പറഞ്ഞതിന്റെ ശേഷം വീണ്ടും അള്ളാഹ് പറയാണ്, ഫത്തഖൂനി യാ ഉലിൽ അൽബാബ്, എന്നെ നിങ്ങൾ സൂക്ഷിക്കണം ബുദ്ധിയുള്ള മനുഷ്യരെ.
കാരണം എന്താ, എന്റെ അടുത്തുനിന്ന് വലിയ ഓഫർ വാങ്ങാൻ ഞങ്ങൾ പുറപ്പെടണേ. ഏതാ ഓഫർ? ചെറിയ ഓഫറാ. 10-20 കൊല്ലായിട്ട് നമ്മൾ ചെയ്ത എല്ലാ ചാറ ഏർപ്പാടുകളും ഒരു അര ദിവസം അവിടെ നിന്നിങ്ങോട്ട് പോരുമ്പോത്തിന് എന്താകുകയാണ്? പുറത്താണ് തരികയാണ്. ചെറിയ വരികയാണ്. അതുകൊണ്ട് നല്ല തക്കുവ വേണം, നല്ല സൂക്ഷിക്കണം അല്ലാഹുവിനെ. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള സമൂഹമേ, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ? എത്ര കാലായി നിങ്ങൾ പല കാര്യത്തിലും നടന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അതൊക്കെ പുറത്തിറാൻ അല്ലാഹു റെഡിയാണ്. പക്ഷെ അവിടെ നിങ്ങൾ വേണം ഈ 4-5 ദിവസം അള്ളാഹ്ക്ക് നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാകണം. വേറെ ഒരാളെയും ഇതിന്റെ ഇടയിൽ നിങ്ങൾക്കുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പാടാക്കുന്നത് ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ്. അത് ഏർപ്പാടാക്കുന്നതിന് പരിമിതികളുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കും, എവിടൊക്കെ പോകും, ആരൊക്കെ വഴിതെറ്റി നഷ്ടപ്പെടും, ആരൊക്കെ സ്വസ്ഥമായിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ അള്ളാഹുവിനോട് തവക്കുലാക്കി തൗഹീദ് അനുസരിച്ച് പൂർണ്ണമായ ഇഖ്ലാസോട് കൂടി ഒരുക്കത്തോടു കൂടി എന്നാ തവക്കുലാക്കി പോകല്ല. അപ്പൊ തസവ്വദു എന്ന് പറഞ്ഞാല് ഒരുങ്ങി എല്ലാത്തിനും റെഡിയായിട്ട് കൊണ്ടുപോകേണ്ട സാധനത്തെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണ് ഹജ്ജിലേക്ക് നമ്മൾ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ആ ഹജ്ജുമായി ബന്ധപ്പെട്ട തുടർ ക്ലാസ്സുകൾ നമ്മൾ ഓരോ ദിവസം എങ്ങനെയാണ് നമ്മൾ ഹജ്ജിനെ അഭിമുഖീകരിക്കേണ്ടത്, ദുൽഹജ്ജ് 8 എങ്ങനെയായിരിക്കണം, ദുൽഹജ്ജ് 9 എങ്ങനെയായിരിക്കണം, 10 എങ്ങനെയായിരിക്കണം, 11 എന്തായിരിക്കണം എന്ന് കൃത്യമായി പഠിച്ചിട്ട് ഒരു അമീറും ടെന്റും ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ആ ഹജ്ജ് പൂർണ്ണമായിട്ട് നിങ്ങൾ ഓരോ വ്യക്തികളും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എവിടെ പോണത്? ഇഹ്റാം കെട്ടി പോണത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിനൊപ്പം എന്ത് വേണം? ഈ 3-4 ദിവസത്തെ ക്ലാസ്സിൽ ഇതിന്റെ ഒപ്പം കട്ടക്ക് നിൽക്കണം. എന്നിട്ട് ഓരോന്നും നിങ്ങൾ വ്യക്തിപരമായിട്ട് തന്നെ പഠിക്കണം. നമ്മൾ കൂട്ടായിട്ടല്ലേ പോണത്. അമീർ എന്തെങ്കിലും പറഞ്ഞു തരും, അതെങ്ങനെ ചെയ്താൽ മതി എന്നാവരുത്. അതിന് പ്രാഥമികമായിട്ട് നമ്മുടെ മനസ്സ് പാകപ്പെടുത്തേണ്ട നമ്മുടെ നിർബന്ധത്തെ കുറിച്ചും അള്ളാഹു നമുക്ക് നൽകിയ ഓഫറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അള്ളാഹു നമുക്ക് നൽകിയ ഓഫർ ഇന്നതാണ്. നമ്മളടുത്ത് വീഴ്ച വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സംഗതിയിൽ ഇപ്പൊ 73-ാമത്തെ